14-15 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടികളാണ് ഇത്തരത്തിൽ സ്വന്തം സഹപാഠിയെ തന്നെ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കുകയും ആ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ഇന്നത്തെ തലമുറയിൽ ക്രിമിനൽ മൈൻഡ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 23 വയസ്സുള്ള ഒരു യുവാവാണ് കഴിഞ്ഞ ആഴ്ച തൻ്റെ കുടുംബത്തിലെ 5 പേരെ തൻ്റെ പ്രണയിനിയെ അടക്കം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അതിന് നടുക്കം മാറും മുമ്പാണ് ഇപ്പോൾ കുറച്ച് യുവാക്കൾ തൻ്റെ ഒപ്പം പഠിച്ചിരുന്ന, ഇന്നലെ വരെ ഒപ്പം പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഒപ്പം നടന്നിരുന്ന ഒരു സുഹൃത്തിനെ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കായി വെല്ലുവിളിയായി ഒടുവിൽ കൂട്ടം ചേർന്ന് വന്ന് തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടി ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി വളരെയധികം കഠിനമായിട്ടുള്ള വേദനകൾ സഹിച്ചുകൊണ്ടാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം 12:30 കൂടിയിട്ട് ഷഹബാസിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇതിനു മുൻപ് ഇന്നലെയൊക്കെ പകൽ ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ എല്ലാവരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നതും ഷഹബാസിനെ തല്ലിച്ചതയ്ക്കുന്നതും ആർക്കും പ്രായപൂർത്തിയാകാത്തതിനാൽ തന്നെ ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരുടെയും ഈ പറയുന്ന തല്ലിച്ചതച്ചിട്ടുള്ള കുട്ടികളുടെ പേരൊന്നും എവിടെയും പറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഏതായാലും അതിൻ്റെ വീഡിയോ വന്നപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നതും ചില ആളുകൾ വന്ന് പിടിച്ചു മാറ്റുന്നതും ഒക്കെയാണ് ആ ദൃശ്യങ്ങളിൽ കാണാനുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ആ കുട്ടിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് 12 മണിയോട് കൂടിയിട്ട് സ്ഥിതി ഗുരുതരമായത്, കുട്ടി മരണത്തിന് കീഴടങ്ങിയതും. സംഘർഷത്തിൽ ഷഹബാസിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലാത്ത ഷഹബാസിനെ കൂട്ടുകാർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തലച്ചോറിന് 70% ക്ഷതമേറ്റിട്ടുണ്ട്. പിന്നാലെ തന്നെ കുട്ടി കോമ സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കും. ഷഹബാസിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ ഈ ഷഹബാസിനെ കൊല്ലണം അല്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് ചാറ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. ഇതിന് പിന്നാലെ തന്നെ ഇവന്റെ സ്ഥിതി കൂടുതൽ ഗുരുതരമായി എന്ന് അറിഞ്ഞപ്പോഴായിരിക്കാം ഷഹബാസിന്റെ ഫോണിലേക്കും ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തല്ലിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, ഒരുപക്ഷെ ഷഹബാസിനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചിട്ടുണ്ടാകുന്ന കുട്ടിയായിരിക്കാം, ഷഹബാസിന്റെ വാട്സപ്പിലേക്കും സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഒരു ശബ്ദ സന്ദേശം ഈ കുട്ടി ഫോണിലോട്ട് അയക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമില്ല, നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഊരിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സ്വരത്തിലാണ് ഷഹബാസിന്റെ ഫോണിലേക്ക് ഈ ഒരു വിദ്യാർത്ഥി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ആകുമെന്നൊന്നും വിചാരിച്ചില്ല എന്നും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും ഈ ഒരു വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ ചാറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഗുരുതര പരിക്കേറ്റ് ഷഹബാസ് ആശുപത്രിയിലായെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാം ഇത്തരത്തിൽ സന്ദേശം അയക്കാനൊക്കെ. കുറ്റസമ്മതം എന്ന രീതിയിലാണ് സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് താൻ ആക്രമിച്ചു എന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സന്ദേശം അയച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സാപ്പ് വഴിയോ ഉണ്ടായ സംഭാഷണമാണ് വലിയ പ്രകോപനമായി വിദ്യാർത്ഥി പറയുന്നത്. എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് നീ അനുസരിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തല്ലേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. പഠിക്കാൻ ഉള്ള ഒരു പ്രായത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്രയും ക്രിമിനൽ മൈൻഡ്, അല്ലെങ്കിൽ ഒരുത്തനെ തല്ലി ചതയ്ക്കണം അല്ലെങ്കിൽ അവനെ ഏറ്റവും ക്രൂരമായിട്ട് അവനെ മർദ്ദിക്കണം എന്നൊക്കെ ഒരു മാനസിക നിലയിലേക്ക് ഇന്നത്തെ തലമുറ നമ്മുടെ കുട്ടികൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം.